മാത്തമാറ്റിക്സ് ഏറ്റവും ഈസി സബ്ജക്റ്റാണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഹായ് സ്റ്റുഡൻസ്, നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് സെക്കൻഡ് പാർട്ടാണ് അല്ലേ, ഫോക്കസ് ഏരിയയിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ദാറ്റ് മീൻസ് 9th ക്വസ്റ്റ്യൻ തുടങ്ങിയാണ് ഇവിടെ ചെയ്യേണ്ടത്. ഒരു 16 ക്വസ്റ്റ്യൻസ് വരെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരുന്നത് എന്താണ്? x = -b ± √(b² - 4ac/2a) എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഫോർമുലയാണ്. ഫാക്ടറൈസേഷനാണ് മെയിനായിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് 2-3 രീതിയിൽ ഫാക്ടറൈസേഷൻ ചെയ്യാം. ഒന്ന് ഫാക്ടേഴ്സ് ആക്കാം അല്ലേ, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നമുക്ക് ഫാക്ടേഴ്സ് ആക്കാം, കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്യാം, കൂടാതെ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ അത്തരം പ്രോബ്ലംസും റെക്റ്റാങ്കിളിൻ്റെ ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ കൂടുതൽ, അതായത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണെന്ന് നിങ്ങൾ മേക്ക് ഔട്ട് ചെയ്ത് സോൾവ് ചെയ്തെടുക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതി വെക്കണം. ഓക്കെ, ഇനി നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: In copying a second degree equation, the number without x was written as -30 instead of 30. The answers found were 15 and -2. What are the answers of the correct problem? എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? കോപ്പിയിങ് ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, ഒരു നമ്പർ മാറിപ്പോയി. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കോപ്പി ചെയ്തപ്പോൾ 30ക്ക് പകരം -30 കിട്ടും. എന്നിട്ട് പ്രോബ്ലം സോൾവ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസേഴ്സ് എന്ന് പറയുന്നത് x = 15 പിന്നെ x = -2 ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിയലി എന്താണ് ആൻസർ വരേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? നമുക്ക് എന്താണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് നോക്കാം. അപ്പോൾ x - 15 × x + 2 എന്ന് പറയുന്നതാണ്. നമുക്കിതിനെ ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു, ഇത് 9th ക്വസ്റ്റ്യൻ ആണ്. ഇതിനെ ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്താൽ x² + 2x - 15x - 30. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് എന്ത് വന്നു? x² - 13x - 30 വന്നു. ഓക്കെ, this is equal to 0. അപ്പോൾ this is equal to 0 വന്നു. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഏതാ കിട്ടിയത്? x² - 13x - 30 = 0 എന്ന് പറയുന്ന സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി ആക്ച്വലി ഈ ഇക്വേഷൻ കറക്റ്റ് ആൻസർ എന്താണ്? ഇപ്പോൾ ഇവിടെ -30 ഇട്ടപ്പോഴാണ് ഇത് കിട്ടിയത്. അപ്പോൾ നമുക്ക് ശരിക്കും വേണ്ടത് -30 ആയിരുന്നില്ല. നമുക്ക് വേണ്ടത് എന്താണ്? x² - 13x + 30 ആണ് നമുക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ്? നമുക്ക് 30 വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ, 10ഉം 3ഉം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. 10ഉം 3ഉം ആക്കി സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x - 10ഉം x - 3ഉം സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് +30 കിട്ടി, ആഡ് ചെയ്താൽ -13 കിട്ടി. അപ്പോൾ റിയൽ ആൻസേഴ്സ് എന്താണ്? x = 10, +10ഉം x = 3ഉമാണ് റിയൽ ആൻസേഴ്സ്. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: When the sides of a square are increased by 8 cm each, its area become 1225 square centimeters. Frame an equation using the above data by taking the sides of the smaller square as x centimeter. Find the sides of both the squares. ഓക്കെ, അപ്പോൾ എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ഒരു സ്ക്വയർ ഉണ്ട്. ഈ സ്ക്വയറിൻ്റെ സൈഡ് എന്ന് വെച്ചാൽ x ആണ്. ഇതിൽ നിന്നും അപ്പോൾ സൈഡ് എന്ന് പറയുന്നത് x ആണ്. ഓക്കെ, ഇത് ഇൻക്രീസ് ചെയ്തേക്കാണ്. ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് 8 ആണ്. ദാറ്റ് മീൻസ് ഇപ്പോഴത്തെ സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇതിൻ്റെ കൂടെ x + 8 ചെയ്യുന്നതാണ്. എന്നിട്ട് ഏരിയ ബിക്കംസ്, ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ a² ആണല്ലോ ഏരിയ. അപ്പോൾ x + 8 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1225 ആണ് ഇതിൻ്റെ ഏരിയ. അങ്ങനെയാണെങ്കിൽ ആക്ച്വലി ഉണ്ടായിരുന്ന സ്ക്വയറിൻ്റെയും ലെങ്ത്ത് കൂടിയ സ്ക്വയറിൻ്റെയും ഏരിയ എന്താണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാ
എക്സ് പ്ലസ് 8 ദറ്റ് ഈസ് ഈക്വൾ ടു റൂട്ട് ഓഫ് 1225. അപ്പോൾ എക്സ് പ്ലസ് 8 ഇവിടെ പ്ലസ് ഓർ മൈനസ് ഉണ്ട്, ദറ്റ് ഈസ് ഈക്വൾ ടു പ്ലസ് ഓർ മൈനസ് ഇതിൻ്റെ റൂട്ട് എന്താ 3 × 3 9, പിന്നെ കണ്ടോ 35 ആണ് ഇതിൻ്റെ റൂട്ട്. ഓക്കെ, അങ്ങനെ വന്നാൽ എക്സ് ദറ്റ് ഈസ് ഈക്വൾ ടു പ്ലസ് 35 മൈനസ് 8 ദറ്റ് ഈസ് ഈക്വൾ ടു നമുക്ക് എത്ര വന്നു 27 വന്നു. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ എക്സ് ദറ്റ് ഈസ് ഈക്വൾ ടു മൈനസ് 35 മൈനസ് 8 വരും. അപ്പോൾ ഇത് മൈനസ് ആണ്, സൈഡിൻ്റെ സ്ക്വയർ അതാവില്ലല്ലോ, അപ്പോൾ ഞാനിതിനെ കളഞ്ഞു. ഓക്കെ, അപ്പോൾ ആക്ച്വലി ആദ്യത്തെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 27 പിന്നെ എക്സ് പ്ലസ് 8 ദാറ്റ് മീൻസ് നമുക്ക് എന്താണ് ഇൻക്രീസ് ചെയ്ത്, അപ്പോൾ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ 27 കൂടെ 8 ദാറ്റ് മീൻസ് 35 ആണ് ഇൻക്രീസ് ചെയ്ത സൈഡ്, സ്ക്വയറിൻ്റെ സൈഡ്. ഓക്കെ, ഇപ്പം ആക്ച്വലി ഉണ്ടായിരുന്നത് 27, പിന്നെ ഇൻക്രീസ് ചെയ്തത് 35. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 3 more than 3 times its breadth. Its diagonal is 1 meter more than its length. Find the length and breadth of the rectangle. 11th question. അപ്പോൾ 11th question ആണ്. ഇത് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എക്സ് ആണ്. ഈ എക്സിൻ്റെ 3 times 3x, ഇതിനേക്കാളും 3 more than ആണ് ഇതിൻ്റെ ലെങ്ത്ത്. ഓക്കെ, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇറ്റ്സ് ഡയഗണൽ ഈസ് 1 meter more than. ഇതിൻ്റെ ഡയഗണൽ ആണെങ്കിലോ ഇതിനേക്കാളും 1 meter more than ആണ്. ദാറ്റ് മീൻസ് അപ്പോൾ ഇവിടെ 3x + 4 ആണ് ഡയഗണൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ആണ് നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത്രയും നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഫൈൻഡ് ചെയ്യണേ. അപ്പോൾ എക്സ് കിട്ടിയാൽ എല്ലാം നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പോൾ നമുക്ക് ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. നോക്കി, ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസിൻ്റെ സ്ക്വയർ ദറ്റ് ഈസ് ഈക്വൾ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ 3x + 4 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എക്സ്പാൻഷൻ ഇവിടെ x² + 9x² + 9 + 9 18x that is equal to 9x² + 16 + 12 24x. a + b എക്സ്പാൻഷൻ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ 10x² ഇതാ -9x², ഇവിടെ 18x, ഇവിടെ എത്ര വന്നു -24x. അപ്പോൾ ദിസ് ഈസ് ഈക്വൾ ടു ഇവിടെ 16 - 9. ഓക്കെ, അപ്പോൾ ഇവിടെ x² വന്നു. അപ്പോൾ ഇവിടെ 18x നിന്നും 24x പോയി കഴിഞ്ഞാൽ -6x, ഇവിടെ -7 ദറ്റ് ഈസ് ഈക്വൾ ടു 0. ഇത് 7 കിട്ടി. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്യാം. അപ്പോൾ x² - 6x, ഇതിൻ്റെ ഹാഫ് എത്രയാണ് 3, 3യുടെ സ്ക്വയർ എത്രയാണ് 9. ആ 9 ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ എനിക്ക് 16 വരും അല്ലേ. അപ്പോൾ x - 3 ഹോൾ സ്ക്വയർ ദറ്റ് ഈസ് ഈക്വൾ ടു ഇവിടെ നിന്ന് എത്രയാണ് വന്നേക്കുന്നത് 60. അപ്പോൾ x - 3 ദറ്റ് ഈസ് ഈക്വൾ ടു റൂട്ട് ഓഫ് 16 ദാറ്റ് മീൻസ് പ്ലസ് ഓർ മൈനസ്. അപ്പോൾ x - 3 ദറ്റ് ഈസ് ഈക്വൾ ടു പ്ലസ് ഓർ മൈനസ് 4 വന്നു. ഓക്കെ, അപ്പോൾ x - 3 ദറ്റ് ഈസ് ഈക്വൾ ടു 4. അപ്പോൾ x ദറ്റ് ഈസ് ഈക്വൾ ടു 750. അല്ലെങ്കിൽ x - 3 ദറ്റ് ഈസ് ഈക്വൾ ടു -4. അപ്പോൾ x ദറ്റ് ഈസ് ഈക്വൾ ടു -4 + 3 ദറ്റ് ഈസ് ഈക്വൾ ടു -1. അപ്പോൾ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ -1 ആവില്ല. അപ്പോൾ നമുക്കിവിടെ ആക്ച്വൽ ലെങ്ത്ത് എത്രയാണ് ഇതാണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്ന ബ്രെഡ്ത്തും ലെങ്ത്തും ഫൈൻഡ് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ബ്രെഡ്ത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് x ആണ് അല്ലേ. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x ആണ്. അപ്പോൾ x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ 7 കൊടുത്തു. ഇനി ലെങ്ത്തോ, ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3x ആണ്. 3x പ്ലസ് അതായത് 3 × 7 + 3 അതായത് 21 + 3 ദാറ്റ് മീൻസ് 24 ആണ് നമുക്കിവിടെ കിട്ടിയ ലെങ്ത്ത്. ഇനി ഡയഗണൽ നമുക്ക് വേണമെങ്കിൽ ഫൈൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലാക്കിയോ. എന്നാൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് വന്നിരിക്കുന്നതാണ്.
12th question. Find the sides of a rectangle whose perimeter is 100 meters and area 600 square meters. ഇതിലെന്താ ക്വസ്റ്റ്യൻ പറയണേ? ഫൈൻഡ് ദ സൈഡ്സ് ഓഫ് എ റെക്റ്റാങ്കിൾ. ഒരു റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ് തന്നെ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 100 മീറ്റേഴ്സാണ്. അതുപോലെ ഏരിയ എന്ന് പറയുന്നത് 600 ആണ്. അങ്ങനെയാണെങ്കിൽ സൈഡ് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? പെരിമീറ്റർ എന്ന് വെച്ചാൽ ഇത് ലെങ്ത്തും ഇത് ബ്രെഡ്ത്തുമാണ്. അപ്പോൾ ഞാൻ ഇതിന് ഇത് എക്സും ഇത് വൈയും ആണെന്ന് വിചാരിച്ചു. അപ്പോൾ 2x + y ദറ്റ് ഈസ് ഈക്വൽ ടു 100 നമുക്കറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ x + y ദറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 100/2 ദറ്റ് മീൻസ് 50 കിട്ടി. ഓക്കെ, അപ്പോൾ x + y എന്ന് പറഞ്ഞാൽ 50 ആണ്. അപ്പോൾ ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? x + y ദറ്റ് ഈസ് ഈക്വൽ ടു 50. ഇവിടുന്ന് y ദറ്റ് ഈസ് ഈക്വൽ ടു 50 - x. y എന്ന് പറഞ്ഞാൽ 50 - x. ഇനി ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ഏരിയ ഒരു തന്നിട്ടുണ്ട്, എന്ത് 600 എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലെങ്ത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ y ആണ്. അല്ലേ, L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ y ആണ്. അപ്പോൾ ഇവിടെ എന്താ? 50 - x. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ x ആണ്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടി? 600 ദറ്റ് ഈസ് ഈക്വൽ ടു 50x - x². എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നു. x² - 50x ദറ്റ് ഈസ് ഈക്വൽ ടു 600 മൈനസ് ഇവിടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് എന്ത് വന്നു? എല്ലാത്തിനെയും ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ -600 ഇവിടെ വന്നു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്യാം, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചെയ്യാം. ഇതിപ്പോൾ സിമ്പിൾ ക്വസ്റ്റൻ ആയ കാരണം വേണമെങ്കിൽ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ എളുപ്പം ചെയ്യാൻ പറ്റും അല്ലേ? 50x ആണ്. അപ്പോൾ 50യുടെ പകുതി 25 ആണ്. 25ൻ്റെ സ്ക്വയർ 625 ആണ്. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യുന്നു? -600 + 625 എടുത്തു. അപ്പോൾ ഇവിടുന്ന് എനിക്ക് എന്ത് തോന്നുന്നു? x - 25ൻ്റെ സ്ക്വയർ ദറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 25 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ എനിക്ക് ഇവിടുന്ന് എന്താ വന്നേ? x - 25 ദറ്റ് ഈസ് ഈക്വൽ ടു √25. അതായത് x - 25 ദറ്റ് ഈസ് ഈക്വൽ ടു ±5. അതായത് x - 25 ദറ്റ് ഈസ് ഈക്വൽ ടു 5. അപ്പോൾ x ഈക്വൽ ടു 5 + 25 ദറ്റ് മീൻസ് എക്സിൻ്റെ വാല്യൂ 30 എന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് വാല്യൂ എന്താ? x - 25 ദറ്റ് ഈസ് ഈക്വൽ ടു -5. അപ്പോൾ x ദറ്റ് ഈസ് ഈക്വൽ ടു -5 + 20 25 ദറ്റ് മീൻസ് 20 വരും. x ദറ്റ് ഈസ് ഈക്വൽ ടു 20 വന്നു. അപ്പോൾ ഇവിടെ 20x എടുത്താൽ ഇവിടെ 30 ആയിരിക്കും. രണ്ടും കൂടി ആഡ് ചെയ്താൽ x + y എന്ന് പറഞ്ഞാൽ 50 ആണ്. ഇപ്പോൾ ഇത് 30 ആണെങ്കിൽ ഇത് 20, ഇത് 20 ആണെങ്കിൽ ഇത് 30. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് അവിടെ നിന്ന് കിട്ടി. ഓക്കെ, രണ്ട് സൈഡും കൂടി ആഡ് ചെയ്താൽ 50 കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പവ്മെൻറ്റ് ഓഫ് വിഡ്ത്ത് 2 meters ഈസ് ബിൽഡ് അറൗണ്ട് എ സ്ക്വയർ ഷേപ്ഡ് ഗാർഡൻ. ദ ഏരിയ ഓഫ് ദ പവ്മെൻറ്റ് അറ്റ് 1 ഈസ് 116 square meters. Find one side of the garden. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സ്ക്വയർ ഷേപ്ഡ് ആയിട്ടുള്ള ഗാർഡനാണ്. ഒരു സ്ക്വയർ ഷേപ്ഡ് ആയിട്ടുള്ള ഗാർഡനിൽ ഒരു പാവ്മെൻറ്റ്, ഒരു ദാറ്റ് മീൻസ് ഒരു പാത്ത് ഉണ്ട്. ഇതാ ഇങ്ങനെ ഒരു പാത്ത് ഞാൻ വരച്ചേക്കാണ്. ഓക്കെ, ഇങ്ങനെ ഒരു പാത്ത് ഉണ്ട്. ഇതിൻ്റെ പാത്തിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആവും. അപ്പോൾ നമുക്കറിയാം ഇവിടെയും 2 ആവും. അപ്പോൾ ഇവിടെ x ആണെങ്കിൽ അപ്പോൾ ഈ ഗാർഡൻ്റെ വിഡ്ത്ത്, അതായത് സൈഡിൻ്റെ സൈഡ് ലെങ്ത്ത് ദറ്റ് ഈസ് ഈക്വൽ ടു x ആണ്. അപ്പോൾ ഇൻക്ലൂഡിങ് പവ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് എന്താണ് ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിൻ്റെ കൂടെ 2 + 2 ദറ്റ് മീൻസ് 4 കിട്ടി. ഓക്കെ, ഇനി നമ്മളോട് പറയാം ദ ഏരിയ ഓഫ് ദ പവ്മെൻറ്റ്. ഈ പവ്മെൻറ്റിൻ്റെ ഏരിയ, ഇത്രയും മാത്രം ഭാഗത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 116 ആണ്. ദാറ്റ് മീൻസ് ഏതാണ്? ഈ ഭാഗത്തിൻ്റെ മാത്രം ഏരിയ ആണ് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തിൻ്റെ മാത്രം ഏരിയ കാണുന്നത് നമ്മൾ എങ്ങനെയാണ്? മൊത്തം സ്ക്വയറിൻ്റെ ഏരിയയിൽ നിന്ന് ഗാർഡൻ്റെ ഏരിയ നമ്മൾ എന്ത് ചെയ്യണം? സബ്ട്രാക്റ്റ് ചെയ്യണം. അങ്ങനെ സബ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഏരിയ കിട്ടുക.
അപ്പം മൊത്തം ഇതിൻ്റെ ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് x+4 ആണ് അല്ലേ. ഇപ്പോൾ ഫുൾ x+4 ഹോൾ സ്ക്വയർ, ദാറ്റ് മീൻസ് ഈ ഒരു സൈഡ് ഇപ്പോൾ x+4 ആയി. അപ്പോൾ ഇതിൻ്റെ സ്ക്വയറിൽ നിന്ന് എക്സിൻ്റെ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് 160. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സ്പാൻഷൻ എന്താണ്? x² + 16 + 8x - x² ദാറ്റ് ഈസ് ഈക്വൽ ടു 160. അപ്പോൾ ഇതും കട്ട് ചെയ്ത് പോയി. അപ്പോൾ 8x ദാറ്റ് ഈസ് ഈക്വൽ ടു ഏതാ കട്ട് ചെയ്ത് പോയി? ഇതിനെ കട്ട് ചെയ്തു, ഇതും കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് 8x വന്നു, 116 - 16 വന്നു. അപ്പോൾ 8x ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 100 വന്നു. ഓക്കെ, അപ്പോൾ x ദാറ്റ് ഈസ് ഈക്വൽ ടു 100/8, അതായത് 50/4, അതായത് 25/2. അപ്പോൾ x ദാറ്റ് ഈസ് ഈക്വൽ ടു 12.5. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ലെങ്ത് എത്രയാണ്? 12.5 ആണ്. ഇതാണ് നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 34 cm long wire is bent into a rectangle. The length of its diagonal is 13 cm. What are the length of the sides of the rectangle? എന്താ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ഈ 34 cm ലോങ് വയർ, ഒരു വയറുണ്ട്, 34 cm ആണ് ഈ വയറിൻ്റെ നീളം. ഓക്കെ, ബെൻറ്റ് ഇൻ ടു എ റെക്റ്റാങ്കിൾ, ഇതിൻ്റെ കുറച്ച് ഭാഗം ഇങ്ങനെ ബെൻറ്റ് ചെയ്ത് ഇതിനെ എന്താക്കി മാറ്റിയേക്കാണ്? റെക്റ്റാങ്കിളാക്കി മാറ്റിയേക്കാം. ഇങ്ങനെ വളച്ച് റെക്റ്റാങ്കിളാക്കി മാറ്റി. ദെൻ ദ ഡയഗണൽ ഈസ്, ഇതിൻ്റെ ഡയഗണൽ 13 cm ആണ്. ഇറ്റ്സ് ഡയഗണൽ ഈസ് 13 cm. വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് റെക്റ്റാങ്കിൾ? അങ്ങനെയാണെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് 14th ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കറിയാം 2 × L + B എന്ന് പറയുന്നതാണ് 34. ഓക്കെ, 34. അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? L + B ദാറ്റ് ഈസ് ഈക്വൽ ടു 17 കൊടുക്കുക. പകുതി എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ B എന്ന് പറഞ്ഞാൽ 17 - L ആണ്. ഓക്കെ, 17 - L ആണ്. അപ്പോൾ നമുക്കറിയാം ഈ ഡയഗണൽ ഒരെണ്ണം ബ്രെഡ്ത്ത് എന്ന് വെച്ചാൽ 17 - L, ഇതെന്ന് വെച്ചാൽ L. അങ്ങനെയാണെങ്കിൽ നമുക്ക് L² + 17 - L² ദാറ്റ് ഈസ് ഈക്വൽ ടു 13ൻ്റെ സ്ക്വയർ. കേട്ടോ, ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നീളമുള്ളതാണ് ഈ ലെങ്ത്ത്. ആ ലെങ്ത്തിനെയാണ് നമ്മൾ റെക്റ്റാങ്കിൾ ആക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബ്രെഡ്ത്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ലെങ്ത്തും ബ്രെഡ്ത്തുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ L² + 289 + L² - 34 ദാറ്റ് ഈസ് ഈക്വൽ ടു 169. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് എന്താ വന്നിരിക്കുന്നത്? 2L² - 34L ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് തോന്നുന്നു? 169 - 289. ഓക്കെ, അപ്പോൾ 2L² - 34L ദാറ്റ് ഈസ് ഈക്വൽ ടു 289 169. ദാറ്റ് മീൻസ് 0 വന്നു, ഇവിടെ 2 വന്നു, 120. അപ്പോൾ -120 വന്നു. ഞാൻ 2 കൊണ്ട് എല്ലായിടത്തും ഡിവൈഡ് ചെയ്താൽ L² - 17L ദാറ്റ് ഈസ് ഈക്വൽ ടു -60. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് L² - 17L + 16. ഇതിൻ്റെ ഹാഫ് എടുത്ത് ചെയ്യുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ വരും. അത് കാരണം ഞാൻ ഇങ്ങനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഫാക്ടറൈസേഷൻ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ x = -b ± √(b² ചെയ്യാം. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ 60 ഞാൻ ഫാക്ടേഴ്സ് ആക്കുകയാണ്. 2 ഇവിടെ 30, രണ്ടും കൂടി ചെയ്താൽ 17 വരില്ല. വീണ്ടും 2 ചെയ്തു, അപ്പോൾ 15. അപ്പോൾ 4ഉം ഇതും ചെയ്താൽ കിട്ടില്ല. വീണ്ടും 3 ചെയ്തു, 3 ചെയ്താൽ ഇവിടെ 5. അപ്പോൾ ഇവിടെ എത്ര വന്നു? 4 × 3 12. 12ഉം 5ഉം 12ഉം 5ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 60 കിട്ടും. 12ഉം 5ഉം സബ്ട്രാക്ട് ചെയ്താൽ 17 കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി എന്താ വരുന്നതെന്ന്? L - 12ഉം L - 5 കൊടുത്തു. ദിസ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് +60 കിട്ടി. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ -17 കിട്ടി. അപ്പോൾ ലെങ്ത്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഒന്നുകിൽ 12
അല്ലെങ്കിൽ ലെങ്തേക്ക് എന്താണ് 5. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ബ്രെഡ്ത്ത് എന്ത് വരും? ഇഫ് ലെങ്ത് ഈസ് 12 ആണെങ്കിൽ ബ്രെഡ്ത്ത് എന്താ? 17 മൈനസ് 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 വന്നു. ഇനി ലെങ്ത് 5 ആണെന്നുണ്ടെങ്കിലോ ബ്രെഡ്ത്ത് എന്താ വരിക? അപ്പോൾ 17 മൈനസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 വരും. ക്ലിയർ അല്ലേ? A rectangle of width 8 centimeters is cut off from a square sheet along its side. The remaining rectangular portion has an area 84 square meters. Calculate the side of the square. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സ്ക്വയർ, ഈ സ്ക്വയറിൻ്റെ ഇതൊരു സ്ക്വയറാണ്. എ റെക്റ്റാങ്കിൾ ഓഫ് വിഡ്ത്ത് 8 centimeters ഈസ് കട്ട് ഓഫ്. അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കാം ഒരു 8 centimeter വിഡ്ത്തുള്ള ഒരു പോർഷൻ ഇതിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കാം. ഇതിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു 8 centimeter. ഓക്കെ, അപ്പോൾ ഇത് 8 ആണ്, ഇത് 8 ആണ്, ഇതെന്തായിരുന്നു? എക്സ് ആയിരുന്നു. അപ്പോൾ ഇത്രയും പോർഷൻ എന്താ വരിക? 8 കണ്ടോ? എക്സ് മൈനസ് 8 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ വന്നിരിക്കുന്നത്? ഇത് എക്സ് ആണ്, ഇതെന്താണ്? എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം എക്സ് മൈനസ് 8. അപ്പോൾ ഇത്രയും പീസാണ് അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ദ റിമൈനിങ് റെക്റ്റാങ്കുലർ പോർഷൻ ഹാസ് ആൻ ഏരിയ. അപ്പോൾ ഇത്രയും ഭാഗത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, ഇപ്പോൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും ഭാഗം വന്നല്ലോ, ഈ ഭാഗത്തിൻ്റെ ഏരിയ അവർ തന്നിട്ടുണ്ട് 84 ആണ് അല്ലേ? അപ്പോൾ റിമൈനിങ് പോർഷൻ്റെ ഏരിയ 84 ആണ്. അപ്പോൾ ഞാനിവിടെ എഴുതാണ് റിമൈനിങ് ഏരിയ ഈക്വൽ ടു 84. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ റെക്റ്റാങ്കിൾ ആണല്ലോ ഷേപ്പ്, അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയാം. ഇത് 84 എന്ന് തന്നിട്ടുണ്ട്. ഇവിടുത്തെ ലെങ്ത് ഒന്ന് എക്സും മറ്റേത് എക്സ് മൈനസ് 8 ആണ്. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 8x ദാറ്റ് ഈസ് ഈക്വൽ ടു 84. അപ്പോൾ നമുക്ക് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ 4 അല്ലേ? അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 8x, ഇതിൻ്റെ പകുതി 4, 4ൻ്റെ സ്ക്വയർ 16. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് 16 ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഏതാണ് ചെയ്യാൻ എളുപ്പമെന്ന് നമ്മൾ നോക്കുക. അപ്പോൾ നേരത്തെ 17 കണ്ടു, ആ 17 കണ്ടപ്പോൾ അതിൻ്റെ ഹാഫ് എടുത്ത് ആഡ് ചെയ്യൽ വിഷമം. അപ്പോൾ നമ്മൾ മറ്റു മെത്തേഡ് യൂസ് ചെയ്തു. അപ്പോൾ ഇത് എളുപ്പമാണ് അല്ലേ? അപ്പോൾ എക്സ് മൈനസ് 4ൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് വന്നു? 100. അപ്പോൾ എക്സ് മൈനസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 10 റൂട്ട് 100. അപ്പോൾ എക്സ് മൈനസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 വരും. അപ്പോൾ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 14 വന്നു. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു 14 വന്നു. ഇനി ഇത് 14 വന്നു, മറ്റേതാണെങ്കിലോ -10 ആണ്. -10 പ്ലസ് 4 ദാറ്റ് മീൻസ് നമുക്ക് എന്ത് വരും? മൈനസേ വരുള്ളൂ. അപ്പോൾ നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ സൈഡ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും അല്ലേ? അപ്പോൾ ശരിക്കും ആക്ച്വലി ഇവിടെ എന്താണ്? എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 14 ആണ്. അപ്പോൾ നമ്മളിവിടെ എഴുതേണ്ടത് സൈഡ് ഓഫ് ദ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡ് ഓഫ് ദ സ്ക്വയർ ഈസ് അല്ലേ? സൈഡ് ഓഫ് ദ സ്ക്വയർ എന്താണ്? 14. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, some students planned a picnic. The budget for food was calculated as 500 rupees, but 5 of them failed to go for the picnic, and thus the cost of food for each member increased by 5 rupees. Then how many students actually participated in the picnic? Find the cost of food per head for those who participated. എന്താ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, നമുക്ക് ഒരു പിക്നിക്കിന് കുറച്ച് കുട്ടികൾ പോവുകയാണ്. ഓക്കെ, 16th പ്രോബ്ലമാണിത്. ഒരു പിക്നിക്കിന് അപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സ് എടുക്കുക. നമ്പർ ഓഫ് സ്റ്റുഡൻസ് എക്സ് ആണ്. ഇനി ഇതിൽ നിന്നും ഇത്രയും കുട്ടികൾ കൂടി ഫുഡിൻ്റെ പൈസയായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 500 റുപ്പീസാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കുട്ടികൾക്കുള്ള കോസ്റ്റ് എത്രയാണ്? 500 റുപ്പീസാണ്. ടോട്ടൽ കോസ്റ്റാണ് 500. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ 1 സ്റ്റുഡൻറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക? എങ്ങനെയാണ് ചെയ്യാം? ഈ ടോട്ടൽ 500 ഡിവൈഡഡ് ബൈ എക്സ് ആണ് 1 സ്റ്റുഡൻറ്റിൻ്റെ കോസ്റ്റ്. ഓക്കെ, ഇത് ഞാൻ മാറ്റി ഇവിടെ വെച്ചു. ഇനി നമ്മുടെ സ്റ്റുഡൻസിൽ 5 സ്റ്റുഡൻസ് വരുന്നില്ല അല്ലേ? അപ്പോൾ ഇപ്പോൾ ഉള്ള സ്റ്റുഡൻറ്റ്, അതായത് ആക്ച്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
പാർട്ടിസിപ്പേറ്റഡ് സ്റ്റുഡൻസ് ദാറ്റ് ഇസ് ഈക്വൽ ടു x മൈനസ് 5 ആണ്. x മൈനസ് 5 ആണ്. ഇവിടെ രണ്ട് കാര്യം പറയുന്നുണ്ട്. ബട്ട് 5 ഓഫ് ദം ഫെയിൽ ടു ഗോ ഫോർ ദ പിക്നിക്. ദസ് ദ കോസ്റ്റ് ഓഫ് ഫുഡ് ഫോർ ഈച്ച് മെമ്പർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 5. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഓരോരുത്തർക്കും ഇൻക്രീസ് ചെയ്യുന്നത് 5 ആണ്. അപ്പോൾ ആക്ച്വലി ഇവിടെ നിന്ന് എന്ത് വരികയാണ്? 1 സ്റ്റുഡൻറ്റിൻ്റെ 500 ബൈ x മൈനസ് 5 വരികയാണ്. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ ഡിഫറൻസ് എന്ത് വന്നു? 500 ബൈ x മൈനസ് 5 മൈനസ് 500 ബൈ x എന്ന് പറഞ്ഞാൽ 5 ആണ്. എങ്ങനെയത് വന്നത്? കാരണം പാർട്ടിസിപ്പേറ്റഡ് സ്റ്റുഡൻസ് ഇപ്പോൾ 5 പേര് കുറവാണ്. അപ്പോൾ അതാണ് x മൈനസ് 5. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് ഇത്രയ്ക്ക് എമൗണ്ട് എടുക്കേണ്ടി വരും. മൊത്തം 500 റുപ്പീസാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഓരോ കുട്ടിയും 5 രൂപ കൂടുതൽ എടുക്കണം. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ അതാണ് 5 രൂപ. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? ഈ 500നെ ഔട്ട് സൈഡിൽ കൊണ്ടുവരികയാണ്. എന്നിട്ട് ഇവിടേക്ക് കൊണ്ടുപോകും. അതായത് 500 കണ്ടോ, 1 ബൈ x മൈനസ് 5 മൈനസ് 1 ബൈ x ദാറ്റ് ഇസ് ഈക്വൽ ടു 5. അപ്പോൾ ഇവിടെ നിന്ന് 1 ബൈ x മൈനസ് 5 മൈനസ് 1 ബൈ x ദാറ്റ് ഇസ് ഈക്വൽ ടു 5 ബൈ 500. ഓക്കെ, ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. x ഇൻറ്റു x മൈനസ് 5 ബൈ x ഇൻറ്റു x മൈനസ് 5 ദാറ്റ് ഇസ് ഈക്വൽ ടു 1 ബൈ 100. അപ്പോൾ ഇതും കട്ട് ചെയ്ത് പോയി. മൈനസ് ഓഫ് മൈനസ് നമുക്കിവിടെ എന്ത് വന്നു? പ്ലസ് വന്നു. അപ്പോൾ 5 ബൈ x സ്ക്വയർ മൈനസ് 5x ദാറ്റ് ഇസ് ഈക്വൽ ടു 1 ബൈ 100. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 500 ദാറ്റ് ഇസ് ഈക്വൽ ടു x സ്ക്വയർ മൈനസ് 5x. അതായത് x സ്ക്വയർ മൈനസ് 5x മൈനസ് 500 ദാറ്റ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, നമ്മൾ ഈ കാൽക്കുലേഷൻ മൂവ് ചെയ്യിച്ചാൽ നമുക്കിവിടെ ആൻസർ കിട്ടും. നിങ്ങൾ ഇതിനെ ഫാക്ടേഴ്സ് ആക്കിയാൽ മതി. 500നെ ഫാക്ടേഴ്സ് ആക്കുക, അല്ലെങ്കിൽ 550 ഫാക്ടേഴ്സ് ആക്കിയാലും മതി അല്ലേ. നമുക്കിവിടെ നിന്ന് 5 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 ഔട്ട് സൈഡിൽ വന്നാൽ 100 വരും. ഇനി 5 ഔട്ട് സൈഡിൽ വന്നാൽ 100. അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? 2 എടുത്തു. അപ്പോൾ 50 വന്നു. വീണ്ടും 2 എടുത്തു. 25 വന്നു. 25ഉം 20. അപ്പോൾ x മൈനസ് 20 x മൈനസ് 25. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് എന്ത് കിട്ടി? മൈനസ് ഓഫ് മൈനസ് വരണം. അപ്പോൾ ഏതോ ഒന്ന് ഇതാ. അപ്പോൾ ഇത് പ്ലസ് എടുത്തു, മൈനസ്. അപ്പോൾ x ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് 20, അതുപോലെ x ദാറ്റ് ഇസ് ഈക്വൽ ടു 25. അപ്പോൾ നമുക്ക് ആൻസർ ഇവിടെ എന്താ വന്നേക്കണം? x ഈക്വൽ ടു 25 സ്റ്റുഡൻസ് ആണ് ആദ്യം ഉണ്ടായിരുന്നത്. ഓക്കെ, ഇപ്പം 20 സ്റ്റുഡൻസേ ഉള്ളൂ എന്ന് മനസ്സിലായി. ക്ലിയർ അല്ലേ? ഇനി ഒരു ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 17th ക്വസ്റ്റ്യൻ. അത് നിങ്ങൾ തനിച്ച് ചെയ്യാൻ നോക്കണം. രവി നീഡ്സ് 16 more days to complete a work than Raju to complete the same work. If both of them work together, only 15 days are sufficient. How many days Raju needed to complete that work? Okay, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ 16 ക്വസ്റ്റ്യൻസ് നമ്മുടെ കഴിഞ്ഞു. ദാറ്റ് മീൻസ് ഈ ചാപ്റ്റർ തന്നെ കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതി വെക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു അല്ലേ. ക്വസ്റ്റ്യൻസ് എഴുതി വെച്ച് അത് സ്പീഡിൽ വായിക്കാൻ പാകത്തിന് പ്രാക്ടീസ്ഡ് ആവണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് സമയത്തിനുള്ളിൽ എക്സാം തീരുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ 160 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഇവിടെ ഉള്ളത്. 160 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എത്ര 45 ക്വസ്റ്റ്യൻസ് 20 മിനിറ്റ്സ് കൊണ്ട് ഈ 45 ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിക്കാൻ പാകത്തിന് സ്പീഡ് റീഡിങ്, അതാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്, ഞാൻ ഫോക്കസ് ഏരിയയിൽ എത്രയൊക്കെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ടോ അത്രയൊക്കെ ക്വസ്റ്റ്യൻസ് സ്പീഡിൽ വായിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും, സെക്കൻഡ്സ് വെച്ച് ആൻസർ ചെയ്യാൻ പറ്റും എന്ന് മേക്കൗട്ട് ചെയ്യുക. അതിൻ്റെ ഒരു പ്രാക്ടീസാണ്. അതുകൊണ്ടാണ് ഞാൻ ഫോക്കസ് ഏരിയ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്ത് തീർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാമല്ലോ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.